ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 8 വ്യാഴം 2 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ആസിഫ് അലി നായകനാകുന്ന സർക്കിട്ട് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. കണ്ണും മനസ്സും ഹൃദയവും നിറയ്ക്കുന്ന സർക്കിട്ട് എന്ന് തന്നെയാണ് സിനിമയെക്കുറിച്ച് ആദ്യമായി പ്രതികരിക്കാനുള്ളത്. എല്ലാ മേഖലയിലും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 2024 തിയേറ്ററിൽ വൻ വിജയം നേടിയെടുത്ത കിഷ്കിന്ധാകാന്ഡം, 2025 തുടക്കത്തിൽ തിയേറ്ററിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത രേഖാചിത്രം എന്നിവയ്ക്ക് ശേഷം തുടർച്ചയായി ആസിഫ് അലിയുടേതായി മൂന്നാമത്തെ വൻ വിജയം നേടിയെടുക്കാൻ പോകുന്ന സിനിമയെ സർക്കിട്ട് മാറും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജിത്ത് വിനായകയാണ്. 1001 നുണകൾ എന്ന ശ്രദ്ധേയമായ സിനിമ സംവിധാനം ചെയ്ത തമറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇമോഷണൽ എൻഗേജിംഗ് ഉള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ എന്ന് തന്നെയാണ് പൊതുവെ പ്രേക്ഷക പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. ആസിഫ് അലിയും ദിവ്യപ്രഭയാണ് ഈ ചിത്രത്തിലെ നായിക. ബാലതാരം ഓഹാൻ, ദീപക് പറമ്പോൾ, രമ്യ സുരേഷ്, പ്രശാന്ത് അലക്സാണ്ടർ, സ്വാതി പ്രഭു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലായി 40 ദിവസം കൊണ്ടാണ് ഈ സിനിമ പൂർത്തീകരിച്ചത്. ഗോവിന്ദ് വസന്തയുടെ മാസ്മരിക സംഗീതം സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. സംഗീത് പ്രതാപിന്റെ മികച്ച എഡിറ്റിംഗ്, അയസിന്റെ ശ്രദ്ധേയമായ ഛായാഗ്രഹണം, വളരെ ലളിതമായ ഒരു കഥ ഭംഗിയായി പറയുന്നതിൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ തമർ KVക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പോസിറ്റീവ് ഘടകം. യാതൊരുവിധ ഹൈപ്പും പ്രൊമോഷനും ഇല്ലാതെയാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയത് എന്ന് പറയുമ്പോൾ കേവലം 120 തിയേറ്ററിൽ മാത്രമാണ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടതും. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയ ഇന്നലെ മാത്രമല്ല, ഇന്ന് രാവിലെയും ഒക്കെ സർക്കിട്ട് എന്ന ഈ ആസിഫ് അലി ചിത്രവുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാം ശോകമയമായിരുന്നു. ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതിന് ശേഷം ഏകദേശം ഒന്ന് ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 24 മണിക്കൂറിൽ ഏകദേശം 6100 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്ന് വ്യാഴാഴ്ച വലിയ കളക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിലവിലെ ബുക്കിംഗ് ട്രെൻഡ് വെച്ച് മനസ്സിലാക്കാനാകുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി മനു സ്വരാജ് സംവിധാനം ചെയ്ത് ഇന്ന് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് പടക്കളം. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു, വിജയ് സുബ്രഹ്മണ്യം എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സംവിധായകൻ മനു സ്വരാജ്, നിതിൻ C ബാബു എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അനു മുത്തേടത്താണ്. നിതിൻ രാജ് ആരുൾ എഡിറ്റിംഗും രാജേഷ് മുരുകേശൻ സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന നിലയിൽ മിക്സഡ് അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഏകദേശം 160ഓളം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ സർക്കിട്ടിനെ പോലെ ശോകമയം തന്നെയായിരുന്നു ഇന്ന് രാവിലെയൊക്കെ. എന്നാൽ ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 5300ഓളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇന്ന് വലിയൊരു കളക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 വെള്ളിയാഴ്ച നാളെയാണ് തിയേറ്ററിലെത്തുന്നത്. ഷാരി മുഹമ്മദ് തിരക്കഥ എഴുതി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നു. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഇതുവരെയും ഈ സിനിമ നിലവിൽ എത്തിച്ചേർന്നിട്ടില്ല. കാരണം 5000 ടിക്കറ്റിന് മുകളിൽ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിച്ചെങ്കിൽ മാത്രമേ ബുക്ക് മൈ ഷോയുടെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെടൂ. ചിത്രത്തിൽ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, മീനാക്ഷി, മഹിമ നമ്പ്യാർ, അർജുൻ അശോകൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം രണദിവയും എഡിറ്റിംഗ് സാഗർ ദാസുമാണ്. പ്രമുഖ സംവിധായകൻ ജയരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ ശാന്തം ഈ രാത്രിയിൽ നാളെ മെയ് 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, എസ്തർ അനിൽ, KR ഗോകുൽ, ജീൻ പോൾ, ടിനി ടോം, കൈലാഷ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ക്യാമറ വർക്കുകൾ ചെയ്തിട്ടുള്ളത് നവീൻ ജോസഫ് സെബാസ്റ്റ്യനാണ്. കൈതപ്രം, റഫീഖ് അഹമ്മദ്, ജോയി എന്നിവരുടെ വരികൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജാസി ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നും നാളെയുമായി തിയേറ്ററിലെത്തുന്ന പുതിയ മലയാള സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.